മനുഷ്യൻ ശ്രേഷ്ഠ ജന്മം, കൊമ്പത്തെ ജന്മം എന്നൊക്കെ പറയാറുണ്ടല്ലോ നമ്മൾ. എന്നാൽ എനിക്ക് തോന്നിയത് ഞാൻ പറയാം. മനുഷ്യരാണ് ഏറ്റവും നികൃഷ്ടമായ ജീവികൾ. നമ്മുടെ പൂർവികരുടെ ഉൽപ്പത്തിയെപ്പറ്റി അറിയാമോ? ഒരു കൂട്ടം മനുഷ്യർ ഭക്ഷണത്തിനും ആഹാരത്തിനും മറ്റു ജീവികളെ ഭയന്നുമൊക്കെ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു വർഗമായി ഒരു കൂട്ടം മനുഷ്യർ. അവർക്ക് ആഹാരം കിട്ടാതിരിക്കുമ്പോൾ കൂട്ടത്തിൽ ഒരുവനെ, ഒരുപക്ഷെ ദുർബലനെ ആവാം, ദുർബലനെ കൊന്ന് ഭക്ഷിച്ചാണ് അവർ സർവൈവ് ചെയ്ത് രൂപാന്തരമല്ല, അവർ സർവൈവ് ചെയ്ത് വളർന്നത്. ആ മനുഷ്യർ അവരുടെ നിലനിൽപ്പിനായി ഒരു പ്രത്യേക ദൈവത്തെ സൃഷ്ടിച്ചു, പിന്നെ ഒരു മതത്തിനെ സൃഷ്ടിച്ചു. അങ്ങനെ പല ഗ്രൂപ്പുകൾ ചേർന്ന് പല ദൈവങ്ങളെയും പല മതങ്ങളെയും ഉണ്ടാക്കി. എല്ലാം സർവൈവലിന് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി ഉണ്ടാക്കിയ കാര്യങ്ങളാണെന്ന് നഗ്നമായ ഒരു സത്യമാണ്. അപ്പോൾ മനുഷ്യർ ശ്രേഷ്ഠർ എന്ന് പറയാൻ പറ്റില്ല. വിശന്നാൽ തമ്മിൽ ഒന്നിനെ പോലും കൊന്നു തിന്നുന്ന ഒരു പൂർവികരിൽ നിന്നാണ് നമ്മൾ രൂപാന്തരം പ്രാപിച്ചത്. ആ സ്ഥിതിക്ക് ഇപ്പോഴും നമുക്ക് മനുഷ്യർ വലുതായിട്ടൊന്നും പുരോഗമിച്ചിട്ടില്ല. ഒരു കൊച്ചു കുഞ്ഞിനെയൊക്കെ ആരുമില്ലാത്ത അനാഥ കുഞ്ഞിനെയൊക്കെ കിട്ടിയാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം ഇപ്പോഴത്തെ പത്രങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലായല്ലോ. 7 പേർ ചെന്ന് അതൊരു ഒരു അമ്പലത്തിലെ പൂജാരി, അമ്പലം നടത്തിപ്പുകാരൻ, പോലീസ് ഉദ്യോഗസ്ഥൻ, അവരൊക്കെ ചേർന്നാണ് ആ പിഞ്ചു കുഞ്ഞിൻ്റെ ശരീരം അവർ വളരെ നികൃഷ്ടം, ഒരു ഇറച്ചി കഷ്ണത്തിൻ്റെ വില പോലും നൽകാതെ അവർ നികൃഷ്ടമായി കൈകാര്യം ചെയ്തത്. തങ്ങളൊരു കുഞ്ഞിൻ്റെ പിതാവോ അല്ലെങ്കിൽ നമുക്കൊരു സഹോദരി ഉണ്ടെന്നോ അല്ലെങ്കിൽ നമ്മളൊരു അമ്മയുടെ വയറ്റിൽ ജനിച്ചെന്ന് ഉള്ള ബോധം പോലും ഇത്രയും വർഷങ്ങളായിട്ട് പോലും മനുഷ്യനില്ലാത്ത സ്ഥിതിക്ക് മനുഷ്യരെ എങ്ങനെ ശ്രേഷ്ഠ ജന്മം എന്ന് പറയാൻ പറ്റും? അതുകൊണ്ട് നമുക്ക് മനുഷ്യത്വം, മനുഷ്യജന്മം വേണം എന്നൊന്നും നമുക്കിനി ഉദ്ഘോഷിക്കണം. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഒരല്പം ദയ സഹജീവികളോട് കാണിക്കുക പൊതുവെ. അത് മാത്രമേ മനുഷ്യന് മനുഷ്യരിൽ നിന്ന് പ്രതീക്ഷിക്കാൻ നിർവാഹമുള്ളൂ. Bye.